ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, രാവിലെ റെഡിയായി അങ്ങോട്ട് പോകുന്നതല്ലേ. ഞാനൊരു ലോക്കൽ മാർക്കറ്റിലേക്ക് പോകുന്നു. നമ്മുടെ പോത്തൻകോട് ചന്ത, അതിൽ ഗംഭീരമായ വലിയൊരു ചന്തയാണ്. അവിടെ പോയി കുറേ നാടൻ പച്ചക്കറികളും നല്ല മീനൊക്കെ കിട്ടുന്നതാണ്. ഞാൻ കുറേ പണ്ടൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പ്രാവശ്യം പോയിട്ടുണ്ട്. എല്ലാവരും പറയുന്നൊരു മാർക്കറ്റാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു പോകണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ റെഡിയായി. അപ്പോൾ പോയിട്ട് വരാം. അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണിക്കാം, എന്തൊക്കെയാണ് ഞാൻ വാങ്ങുന്നതെന്നെല്ലാം കാണാം. ഇത് നമ്മുടെ നാട്ടിൻപുറത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ വരുന്ന സ്ഥലമാണ്. കോഴിക്കോടിൻ്റെ അടുത്തുള്ള ചന്തയാണ് പോത്തൻകോട് ചന്ത. നടേശൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നടേശനും കൂടെ ഞാൻ വെയിറ്റ് ചെയ്യണം. പച്ചമാങ്ങ ഇത് ഏത് മാങ്ങ? ഇത് കിലോ 60. ഇത് ഉപ്പിലിടാൻ നല്ലതാണോ? ചന്തയിലേക്ക് സാധനങ്ങൾ വാങ്ങാനായിട്ട് വലിയ സഞ്ചിയൊക്കെ ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. എന്തൊക്കെ കിട്ടുമെന്ന് അറിഞ്ഞില്ല. കുറേ ദിവസമായി ലോക്കൽ ചന്തയിലെ വന്ന് ഷോപ്പ് ചെയ്തിട്ട്. ചേഞ്ച് കാണുമോ? താളിമാങ്ങ എങ്ങനെയാണ് വില? ഇത് നാട്ടുംപുറം മാങ്ങ തന്നെയാണ്. ഇവിടുത്തെ മാങ്ങയാണോ? എന്ത് വില ഇത്? പോയി വേറെ എടുക്കുമോ? 50 രൂപയ്ക്ക് മതി. ഇത് വിളഞ്ഞതല്ലല്ലോ ആണോ? അച്ചാറിടാം. ഇന്ന് മുഴുവൻ മാങ്ങ വാങ്ങി. ഉള്ളിപ്പൂ വേണ്ട. ചീര എവിടത്തെയാ? ചീര നമ്മളെ നാടൻ ചീര 50 രൂപയ്ക്ക് എടുക്കട്ടെ. നോക്കാം. ഞാൻ ഒന്ന് കറങ്ങിയിട്ട് വരാം. മേടിക്കാം. ഒരു കൂവക്കിഴങ്ങും കൂടെ എടുക്കാം. പിന്നെ പച്ചമഞ്ഞയുണ്ട് ഇവിടെ. അതെല്ലാം ഈ കുട്ടികൾക്കൊക്കെ. പച്ചമഞ്ഞ വേണ്ട, ഇത് മതി. പച്ചമഞ്ഞ നല്ലതാണെന്ന് ഞാൻ പറയായിരുന്നു. കുട്ടികൾക്കൊക്കെ ദേഹത്ത് അരച്ചിട്ട് കഴിഞ്ഞാൽ നല്ലതാണ്, ചെറിയ കുട്ടികൾ. ഇതിപ്പോൾ കൂവക്കിഴങ്ങ് അതിൻ്റെ സീസൺ ഏകദേശം തീരാറായി അല്ലേ? ഓൾമോസ്റ്റ്. ഇത് എവിടെ നിന്ന് കിട്ടിയപ്പോൾ? ആണോ? ഇത് വലിപ്പം ചെറുത്. എനിക്ക് വലുതാണ് വേണ്ടത്. ഒരു പങ്ക് 100 രൂപയാണ്. വലുതും ചെറുതും കൂടെ മിക്സ് അല്ലേ? ഇതിപ്പോൾ വലുതും ചെറുതും കൂടെ മിക്സ് ചെയ്താൽ വെച്ചേക്കുന്നല്ലേ? ചെറുതാണെങ്കിൽ ഭയങ്കര നാരായിരിക്കില്ലേ? ഇത് മുറ്റിയതാണ്, സൈസ് ഇല്ലാന്നേ ഉള്ളൂ അല്ലേ? ഓക്കെ മതി അത്രയും മതി. അയ്യാ, നടേശ്വരം എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ധൈര്യമായി. നാട്ടുകാരെത്തിയല്ലോ. ആ അത് ശരി.
എവിടെ താമസിക്കുക? ഞങ്ങളാ കണ്ണങ്കര. ഇതൊക്കെ നാടൻ വെജിറ്റബിൾസ് ഇങ്ങനെ സ്ത്രീകൾ കൊണ്ട് വെച്ചിരിക്കുന്നതാണ് കൂടുതൽ. അല്ലാത്തൊക്കെ നോർമൽ വെജിറ്റബിൾസും ഉണ്ട്. ഇച്ചിരി ഏളിയാണ്, അതുകൊണ്ട് മീനൊക്കെ വരാൻ പോണതേ ഉള്ളൂ. ഇതൊക്കെ എന്താ ഹോൾസെയിൽ കടയാണല്ലേ? ഇത് പഴുത്ത മാങ്ങയാ? ഇത് പഴുത്ത മാങ്ങയാ? മധുരക്കിഴങ്ങ് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട്. അത് ചുവപ്പല്ലേ? ഇത് അല്ല. അയ്യോ അത്രയും വേണ്ട, എനിക്ക് കുറച്ച് മതി. ഓരോ കിലോ എടുക്കാം. ഓരോ കിലോ അതൊരു കിലോ. മധുരക്കിഴങ്ങ് നമ്മൾ പറയും ഇവിടെ എല്ലാം ചീനിക്കിഴങ്ങെന്ന് പറയുന്നല്ലേ? മധുരക്കിഴങ്ങിന് ചീനിക്കിഴങ്ങ് 1 കിലോ മതി. അവിടെ ആദ്യം എനിക്കാണ് കൂടുതൽ ഇഷ്ടം ഇതൊക്കെ. നാട്ടുമാങ്ങയൊന്നും ആയിട്ടില്ല സീസൺ. പുളിശ്ശേരി മാങ്ങ നാട്ടുമാങ്ങയുടെ സീസൺ ആയിട്ടില്ല. അവിടെ ഉണ്ടെങ്കിൽ പറിക്കാം അല്ലേ? ഓരോ കിലോ കവറിൽ. ഇവരുടെ കവറുണ്ടോ? വൈറ്റ് ആയിട്ടുള്ള മധുരക്കിഴങ്ങ് 60, ചുമപ്പ് 110 അല്ലേ? അപ്പോൾ എൻ്റെ ചീരക്കേടായി പോവും എൻ്റെ ഇടയിൽ കയറ്റിയിട്ട്. 10 രൂപയല്ല 20 രൂപയുണ്ട്. ഉണക്കമീൻ ഇവിടെ കരുവാടെന്നൊക്കെ പറയാം, അതൊക്കെ വന്നിട്ടുണ്ട്. ഇത് വാള ഉണക്കമീൻ. അത് മോശം. കരുവാട് ഇത് ചാള കരുവാട്. ഇത് പിന്നെ വാള, ചാളയും വാളയും. വേറെ എന്താ ഉള്ളത്? പങ്കട ഉണ്ടോ? ഓക്കെ. ആ പങ്കട വാങ്ങിക്കാം അല്ലേ? നല്ല ഫ്രഷ് ആണോ? വരാം. അറിയാവുന്ന ആളാണ്. പരിചയമുള്ള ആൾക്കാരാകുമ്പോൾ വേറെ ഉണക്ക ഇരിക്കുന്നല്ലോ. അയലയുണ്ടല്ലേ? ഓ അടിപൊളി. കറക്റ്റ് സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഉണക്കമീൻ ഇത് ചൂരയല്ലേ? ചൂര കരുവാട്. അയലയുണ്ട്. അയല ഇങ്ങനെ രണ്ടായിട്ട് മുറിച്ച് വെച്ചാണോ ഉണക്കാൻ? അയലയും സൂപ്പർ അയല, ചാള. പിന്നെന്താ അത് മറ്റേ തുറന്നു വെച്ചിരിക്കുന്നത് മറ്റേ പിളർന്നത്? അത് അതെന്താ? കൊഴിയാളയാണോ അതിൻ്റെ താവോട്ടിരിക്കുന്നത്? മൊത്തം കൊഴിയാളയാണോ ഉണങ്ങിയത്? എനിക്ക് ഉണക്കമീൻ വലിയ ഇഷ്ടമാണല്ലോ. അത് കൊഴിയാളയാണ് അല്ലേ? അത് തന്നെയാണ് അകത്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അതേതാ? കണ്ടിട്ട് ചെറിയ പരവക്കരുപാട് പോലെ ഇരുന്നു, അതാണ് ഞാൻ ചോദിച്ചത്. അതേത് കൊഴിയാള ഇങ്ങനെ ഇരിക്കുന്നത്? കണ്ണൻ കൊഴിയാളയുടെ ചെറുത്. ഓ വള്ളിക്കൊഴിയാള. ഓക്കെ. അപ്പോൾ എനിക്കൊരു അയലല്ല വേണ്ട, ഒരു കാര്യം ചെയ്യുമോ? അയല എടുക്കാം. അയലയും ചാളയും വാളയും അല്ലേ? ഓക്കെ. ഇതെങ്ങനെ വില? അതും ഇതെങ്ങനെ വില? അതെടുക്കാം. ഒരു 4 എണ്ണം തരുമോ? അപ്പോൾ 100 രൂപയ്ക്ക് തരുമല്ലേ? കൈ നീട്ടം. ഓക്കെ എടുത്തോളൂ 4 എണ്ണം. ഇത് ചെറുത്. എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അതാണ് 4 എണ്ണം തന്നപ്പോൾ ഒരു ചെറുതെടുത്ത്. എന്നാലും ഇത് കുറച്ചുകൂടെ കൊള്ളാം. ഓക്കെ നല്ല നോക്കി വെച്ചോളൂ. നമ്മൾ ഒരു വലുത് മതി വാളയുടേത്. ഓക്കെ വാളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ കുറച്ച് ചാളയും കൂടി വേണം. 30 രൂപ വിലയാണ്. അയ്യോ
ഞാനിപ്പോൾ ഇത് 6 തന്നെ 2 ഫ്രീ രണ്ട് ഫ്രീ. ഇത് നല്ലതാണോ ഫ്രീ? മക്കളെ കണ്ട ആണോ? ആണോ? ഓക്കെ ശരി, പേപ്പറിൽ പൊതിഞ്ഞു തരും കേട്ടോ. കവറിൽ നേരിട്ടിടണ്ട, നമുക്ക് പൊതിഞ്ഞിട്ടിടാം. ആ എന്നാൽ കവറിൽ എന്തെങ്കിലും തൂക്കമാണല്ലേ? ഓക്കെ. അപ്പോൾ ഇത് 200 രൂപയുടെ ഉണക്ക നമ്മുടെ അയലക്കരുപാട് കിട്ടി. ഇത് ഒരെണ്ണം മതിയേ, വലുത്. ആ ഒരു വാള മതി. ആ അത് മതി. എനിക്ക് 1 കിലോ വേണ്ട, 1/2 കിലോ മതി. കിലോ 100. എന്നാൽ 50 രൂപയ്ക്ക് എടുത്തോളൂ. 50 രൂപയ്ക്ക് എടുത്തോളൂ. ഓക്കെ ഫൈൻ. അല്ല 50 മതി. കംപ്ലീറ്റ് ഉണക്കമീൻ പരിപാടിയാണ്. അപ്പോൾ 200ഉം 50, 250. മറ്റേത് 100 മതിയോ വാളയ്ക്ക്? ഇത് 200, 50, 250, 150. കുറച്ചില്ല. അത് വേറെ, അത് വേറെ. ഇതിലെ ഒരു വാള അത് വേണ്ട. കുഴിയാള എനിക്ക് അത്ര ഇഷ്ടമല്ല. ഓക്കെ, വാള എടുത്തു വെച്ചല്ലോ അല്ലേ? 400 എന്ന് പറഞ്ഞു. 150. വാള കുറച്ചില്ല. വേണ്ട 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 വേണ്ട, കുറച്ചില്ല. വേണ്ട വേണ്ട, ഒന്നും മതി. ഓ അത് വേണ്ട, ചെറുതല്ലേ. 400-ന് അതും കൂടെ തരും ഇല്ലല്ലോ? 400-ന് അതും കൂടെ തരും. ഇത് 50 രൂപ കുറച്ചേ നമ്മൾ നെത്തോലിയും കൂടെ എടുത്തേക്കോ കുറച്ച്. കറുത്ത നെത്തോലിയാണോ? വൈറ്റാ? അയ്യോ കറുപ്പല്ലേ നല്ലത്. നല്ലത് 50 രൂപയ്ക്ക് എടുക്കും. അയ്യോ അങ്ങനെയല്ല. 50 രൂപ നിൽക്കി ഞാൻ പറയാം. ഇത് 50 രൂപയ്ക്ക് ഉള്ളത് മതി. അല്ല ഇതിൻ്റെ പകുതി എടുത്തു, പകുതി എടുത്തു. എനിക്ക് 50 രൂപയ്ക്ക് മതി. മതി മതി, 50 രൂപയ്ക്ക് മതി. അപ്പോൾ എല്ലാം കൂടെ 400 ആക്കി റൗണ്ട് ചെയ്യണം. ഈ വാളയുടെ പൈസ കുറച്ചില്ല, അവിടെ ഇത് ഫ്രീ. ഓക്കെ, ഇത് ചുമ്മാ പറയുകയും ചെയ്യുന്നതാണ്, ഒരു കാര്യമില്ല. സംസാരം എല്ലാം കൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റും. അതെ അതെ അതെ. 10 രൂപ കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് 10 അല്ല 50 രൂപ. 450 കുറച്ചില്ല. 400 50. അപ്പം പിന്നെ എന്താണ് നെത്തോലി തിരിച്ചു പിടിക്കായിരുന്നല്ലേ? നെത്തോലിയും കൂടെ തിരിച്ചു തരാം. നിങ്ങൾ എന്നാ പറയണ, ഞാൻ നമ്മൾ ഇല്ല ഇല്ല കുറച്ചില്ല. ഓക്കെ. അതെ നടേശനാ? ഞാൻ ഇപ്പൊ രാവിലെ വന്നത്. ഓ മീൻ കൊണ്ടുപോവാം. കോഴി ഇത് വങ്കട കൂട്ടിയാൽ സങ്കടം തീരുന്നതാണ്. അതെ, നടേശന്റെ ഫ്രണ്ടാണല്ലേ? ആണാ? എല്ലാവരും മൂലക്കോട്ടുകാരാണല്ലേ? എനിക്ക് നല്ലോണം കുറച്ചൊക്കെ തരേണ്ടതാണ്. നമ്മുടെ നാട്ടുകാരാണ്. ഇത് ഇച്ചിരി വലുതല്ലേ? എങ്ങനെ വില ഇത്? ഇത് ചെറുതാട്ടാ, ഇത് ചെറുത്, ഇത് വേണ്ട. ആണോ? എന്ത് വില ഇത്? ഭയങ്കര വിലയാണല്ലോ പറയുന്നത്. ഓ പിന്നെ വളരെ കൂടുതലാണ്. 3 ഞാൻ പോടും. 3 ഇതാണോ ഫ്രണ്ട് ഇങ്ങനെയാണോ ചെയ്യുന്നേ? അയ്യടാ, 3 200 രൂപയ്ക്ക് തരും. അത് മതി. അയൽവക്കക്കാരായതുകൊണ്ടാണ് കൊല്ലാൻ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തീർന്നോളൂ. അവിടെ പെട്ടെന്ന് തീരണം പേടിക്കണ്ട. യെസ്, പെട്ടെന്ന് തീരട്ടെ. ഓക്കെ, താങ്ക് യു. യെസ്, അവിടെ നടേശൻ്റെ അടുത്ത് പറയണം കേട്ടല്ലോ, തീർന്നില്ലയോ എന്നുള്ള കാര്യം. നാടൻ പയർ ഏതാ? അവിടെ ഉണ്ടോ? ഓക്കെ, നാടൻ പയറും കൂടെ വാങ്ങിക്കാം. വേവണ കപ്പയാണോ ഇത്? ഉറപ്പാണോ? 1 കിലോ മതി. 1 കിലോ മതി. ഒടങ്കൊല്ലി മുളകുണ്ട്. ഒടങ്കൊല്ലി മുളക് ഇവിടെ വരും. ഇത് വേഗണാണല്ലേ? ഓക്കെ. എന്ത് വില കിലോ? 50. ഓക്കെ, മതി. ഉടങ്കൊല്ലിയാ? കളറില്ലാത്തത്, പച്ച
മണോ? അയ്യോ, ഇത് ഭയങ്കര മണമല്ലേ? ഭയങ്കര മണം. അടിപൊളി മണം. കൊടംകൊല്ലി മുളക് ഒരു 10 രൂപ കൂടെ തരാം. കൊടംകൊല്ലിക്ക്. നാടൻ പയർ ഇവിടെ ഉണ്ട്. നാടനില്ല, നാടൻ പയറില്ല. അപ്പോൾ ശരി, ശീമച്ചക്ക മേടിച്ചിട്ട് കുറേ ആയി. നല്ല ഭാരം. നാടൻ പയർ വന്നു, അപ്പോൾ അതും കൂടെ മേടിച്ചിട്ട്. അത് ശരി. നാടൻ പയർ വന്നപ്പോൾ വിളിച്ച് കാണിച്ചു. 1/2 കിലോ മതി. നമ്മുടെ അവിടെ ഉണ്ടായതാണോ ആ സൈഡിൽ? നമ്മുടെ വയലിൽ നിന്ന് വന്നതാണ്. അത്രേ ഉള്ളൂ അല്ലേ? ഈ വിലയൊക്കെ ഇവിടെ ഉള്ളൂ, സിറ്റിയിൽ അതാ കിട്ടില്ല. 1/2 മതി. അത് ചീത്തയായി ഇപ്പോൾ ഒരുപാട് വാങ്ങിച്ചു വെച്ചാൽ. വീട്ടാവശ്യമല്ലേ? 1/2 കിലോ അല്ലേ? ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും കൈതട്ട കൊടുത്തോണ്ടിരിക്കുകയാണ്. രാവിലെ ഞാനാണ് ആദ്യം വന്നത് തോന്നുന്നു. ഇത് നാടൻ, നമ്മുടെ അവിടുത്തെ ഇല എന്നൊക്കെ പറിച്ചത് കോലിയക്കോട് ഭാഗത്തു നിന്നുള്ളതാണ്. കൃഷി വിഭവം. ഓക്കെ, താങ്ക് യു. കിട്ടി. നിങ്ങൾ തമ്മിൽ സെറ്റിൽ ചെയ്താൽ മതി. ഓക്കെ, പയറ് കിട്ടി, അതും വിളിച്ചു കഴിഞ്ഞു. യെസ്, കാറ് വന്നു. കാറ് വിളിച്ചു. ഓക്കെ. അങ്ങനെ ചന്തയിൽ നിന്നും നേരെ വീട്ടിലേക്ക്, കുടുംബ വീട്ടിൻ്റെ പരിസരത്തെത്തി. ചക്ക ഇവിടെ നിൽക്കാം. ശീമച്ചക്കയുടെ മരം അതാണ്. കുറച്ച് പുളിഞ്ചിക്ക നിൽക്കുന്നുണ്ട്, അത് പറിക്കാം. യെസ്, ആവശ്യം പോലെയുണ്ട്. ഇതിന് വലിയ ക്ഷാമമില്ല, അത് ഭാഗ്യമായി. കുറച്ച് ഉറുമ്പ് കൂടി വച്ചിട്ടുണ്ട് താഴെ. എൻ്റെ ദൈവമേ, കുറച്ചുകൂടി പറിക്കാം. പുളിഞ്ചിക്കയ്ക്ക് ശാപമോശം ഞാൻ കൊണ്ടുപോകണം. എല്ലാവരും കൊണ്ടുപോകും. വെയിലായി. ചില സമയം പുളിഞ്ചിക്ക് അന്വേഷിച്ച് നമ്മൾ ട്രിവാൻഡ്രത്ത് വീടുകൾ അന്വേഷിച്ച് കിടക്കാറുണ്ട്. അപ്പോഴൊന്നും കിട്ടാറില്ല. ഓക്കെ, ആവശ്യത്തിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞു. മഴക്കാലത്ത് വരുമ്പോഴാണ് ഇവിടെ ഏറ്റവും ഭംഗി കേട്ടോ. പക്ഷെ ഇപ്പം ആരും ഇല്ലല്ലോ, വീട് പൂട്ടിയിട്ടിരിക്കുമല്ലേ. സോ കരിയിലൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. അന്നൊരു ചക്ക പറിച്ച് ഇവിടെ ഞാൻ ഒരു റീലൊക്കെ ചെയ്തിരുന്നു. അതേ പ്ലാവിൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇത് കൂഴച്ചക്കയല്ലേ? അത് നമുക്ക് വിളഞ്ഞതാണല്ലോ. ഓക്കെ, ഇനിയൊന്നും അറിയുന്നത് എങ്ങനെയാണ്? മുള്ളു പരന്ന് വരും, കുറച്ചുകൂടെ കൂർത്തിരിക്കും. വിളഞ്ഞു കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഫ്ലാറ്റ് ആകും അല്ലേ? മുള്ളു കുറച്ചുകൂടെ പരന്ന് വരും. അതാണ് എൻ്റെ അടയാളം. കറ അയ്യോ, അടിപൊളി. ഒരു നല്ല കറ കേട്ടോ. ഇത് വെച്ചിട്ടേ നമുക്ക് കറ കെട്ടണ്ടേ. നടേശൻ്റെ സഹായത്തോടു കൂടി ഒരു വിളഞ്ഞ വരിക്കച്ചക്കയല്ല, ഇത് കൂഴച്ചക്കയാണ്. വരിക്കച്ചക്ക ഇവിടെ ഉണ്ട്, അത് അല്ലാണ്ട് പറിക്കേണ്ടി വരും. ഇതിങ്ങനെ കൈ എത്തുന്ന ദൂരത്തായിരുന്നു. ഓർമ്മകൾ ഓടിക്കളിക്കുന്ന തിരുമുറ്റമാണ് ഇതിൻ്റെ. ഇപ്പം ആരുമില്ല. എപ്പോൾ വരുമ്പോഴും ആ ഫീലിങ്. അപ്പൂപ്പൻ്റെ ചാരുകസേര സ്റ്റിൽ ദാറ്റ്. അങ്ങനെ ഓർമ്മകളുടെ തിരുമുറ്റത്തിരിക്കുന്നത് ആരുമില്ല. കറ ഇങ്ങനെ വീണ് പോകാനായിട്ടല്ലേ, അവിടെ ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഡ്രിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട്
കവർ വെച്ച് കെട്ടിപ്പോവും, അല്ലെങ്കിൽ കറയെല്ലാം കാറിലൊക്കെ ആകും. ഉണ്ട്, അതിൻ്റെ കറ വീണുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് കംപ്ലീറ്റ് ഒന്ന് തുടച്ചിട്ട് പ്ലാസ്റ്റിക് കവർ വെച്ച് കെട്ടി വയ്ക്കാം ആ ഭാഗം. ചേമ്പിൻ്റെ വിത്ത് ഇവിടെ കൊണ്ട് വെച്ചിരിക്കുന്നു, നോക്കിയേ, നടാനായിട്ട്. അടുത്ത കൃഷിക്ക് വേണ്ടിയിട്ടാണ്. ഇത് നല്ല വലിപ്പമുണ്ടല്ലോ. ഓഹോ, ഇല്ല ഇത് കിട്ടി, കുഴപ്പമില്ല. ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വരുമ്പോൾ പുളിഞ്ചിക്ക ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കും. ട്രിവാൻഡ്രത്ത് ഉള്ള ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്, പക്ഷേ ചില സമയത്തൊന്നും കിട്ടില്ലല്ലോ. ചിലപ്പോൾ ചന്തയിൽ പോയാലും കിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യമൊന്നും വന്നപ്പോൾ ഇല്ലായിരുന്നു, പക്ഷേ ഇപ്രാവശ്യം ലക്കാണ്. യെസ്, ഗുഡ്. ചകിരി ഒന്നും എടുക്കാനില്ല ഇവിടെ, അതുകൊണ്ട് നമുക്ക് വാഴയില ഉണങ്ങിയതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നാൽ പോകാനേ തോന്നില്ല. ഇവിടെ കിളികളുടെ ശബ്ദം മാത്രമേ ഉള്ളൂ. എന്ത് പ്രൈവസിയാണെന്ന് പറയുക, ഫുൾ ഗ്രീനറിയും ഒക്കെ. വെയിൽ ഇത്രയും വന്നിട്ടുണ്ടെങ്കിലും ഈ ഭാഗത്തൊന്നും വെയിൽ പെട്ടെന്നൊന്നും വരില്ല, ഉച്ചയാകുമ്പോഴേ ഇറങ്ങി വരുള്ളൂ. ആ കിളികളുടെ ശബ്ദമാണ്. പക്ഷേ പോയിട്ട് കുറച്ച് ജോലിയുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പം നമ്മളിന്ന് മാർക്കറ്റിലേക്ക് വന്നതാണ്. അപ്പോൾ അതായത് ചന്തയിൽ വന്നപ്പോൾ നടേശനാണ് പറഞ്ഞത് അവിടെ നിന്ന് ചക്ക വാങ്ങിക്കേണ്ട, നമുക്കിവിടെ ചക്ക ഉണ്ടല്ലോ, പിന്നെ ഇവിടെ ഒന്ന് പറിച്ചാൽ പോരെ, വെറുതെ പൈസ കൊടുത്ത് വാങ്ങണ്ടല്ലോ വിചാരിച്ചു. കിളികൾ ഭയങ്കര രസമാണ്. ഇവിടെ പശു ഉണ്ടായിരുന്നു, അവിടെ പശു, ഓഹോ എല്ലാം കൂടെ. ഇപ്പം പശു ഒന്നുമില്ല, പക്ഷെ തൊഴുത്തുണ്ട്. തടയിടാം, കല്ല് വയ്ക്കാം. അവിടെ ഇരുന്നോളൂല്ലോ. ഓക്കെ, ഇനി പേടിക്കണ്ട. നടേശ പോയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. പിന്നെ മാർക്കറ്റിൽ നിന്നെല്ലാം തിരിച്ചെത്തിയിട്ടുണ്ട്. ഓക്കെ, നല്ല വങ്കട, അയല, തൊലി, ഇതെല്ലാം ഡ്രൈ ഫിഷ്, വാള, ചാള. ഓക്കെ, ഇതൊക്കെ സൂക്ഷിച്ചാൽ ഇരിക്കും. ഇത് മാത്രമേ ഉള്ളൂ ഫ്രഷ്, അപ്പോൾ ഇത് മാത്രം ഉണ്ടാക്കിയാൽ മതി, സമയമുണ്ട്. അപ്പോൾ എന്തായാലും പോത്തങ്കോട് ചന്തയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തി. ഇനി അതിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ, ഒരു ദിവസം കൊണ്ടൊന്നും തീരുന്ന കാര്യങ്ങളല്ല മേടിച്ചത്. മീൻ വാങ്ങിച്ചിട്ടുണ്ട്, ഉണക്കമീൻ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് വെജിറ്റബിൾസ്, ചക്ക ഉൾപ്പെടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, പല ദിവസങ്ങളായിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും ചക്കയുടെ അകത്തൊരു ഭാഗമുണ്ടല്ലോ, ചക്കപ്പൂഞ്ച്, അത് വെച്ചിട്ടൊരു തോരൻ ചെയ്യാൻ പോകണു. അപ്പോൾ ചക്കയുടെ പച്ചച്ചക്കയായിരുന്നു, നല്ല വിളഞ്ഞതായി. അപ്പോൾ ചക്ക ക്ലീൻ ചെയ്ത് ചക്കച്ചുള എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ചക്കയുടെ കുരുവും അതിൻ്റെ മെയിൻ പാർട്സൊക്കെ കംപ്ലീറ്റ് എടുത്ത് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം എടുക്കുക. അത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കേടാകാണ്ടിരിക്കും എത്ര നാൾ വേണമെങ്കിലും. അപ്പോൾ പല കവേഴ്സിലാക്കി അത് വെച്ചിട്ടുണ്ട്. ചക്കയുടെ പീസസ് സ്റ്റോറേജാണ്. ഇത് കുരു മാറ്റിയിട്ട് ചിപ്സ് പോലെ ഇരിക്കുന്നു, കവറിലാക്കി വെച്ചു. ഇനി വിത്ത് കുരു ആണെങ്കിലും നമുക്ക് സ്റ്റോർ ചെയ്യാം. അത് വേറൊരു 2-3 കവേഴ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് നോക്കിക്കോളൂ. ഇതിപ്പോൾ ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. കിലുക്കം നോക്കി, അത് നല്ല ക്രിസ്പി ആയിട്ട് ഉണങ്ങിയിരിക്കുന്നു. കുഴപ്പമില്ല, നന്നായിട്ട് സ്റ്റോറേജിൽ വെക്കാം. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ ഫ്രീസറിലിരുന്നാൽ കേടാകാണ്ടിരിക്കും കേട്ടോ. ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ചക്കയുടെ സീസണുള്ള സമയത്ത് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് ചക്കയുടെ ഉപയോഗം നടക്കും. പിന്നെ ഇതെല്ലാം മാറ്റി കഴിയുമ്പോൾ നടുക്കിരിക്കുന്ന ഭാഗമുണ്ടല്ലോ, അതാണ് ചക്കപ്പൂഞ്ചെന്ന് പറയുക ഇവിടെ. ഇത് ഒന്ന് ക്ലിയർ ചെയ്തെടുത്തിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് തോരൻ ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ പുറം ഭാഗമൊക്കെ, ഇതൊക്കെ ആ ചക്കച്ചോളയെല്ലാം മാറ്റിയ ഭാഗമാണ്, ക്ലീൻ ചെയ്തെടുക്കുക. അതായത് കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇച്ചിരി എണ്ണ തേക്കട്ടെ കയ്യിൽ. അതിൽ കറ കുറവാണ് എങ്കിലും കുറച്ചുകൂടി ഒന്ന് കെയർഫുള്ളാണ്. ഇത് ചക്കട ഇതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നടുക്കുള്ള ഭാഗമാണ് നമുക്ക് വേണ്ടത്. ഞാനിത് സൂക്ഷിച്ച് വെച്ചിരുന്നു, മാറ്റി വെച്ചിരുന്നു. ഇത് സംഭവം റെഡി. ഇനി ഇതിനെ ചെറിയ പീസസായിട്ട്, സ്ക്വയർ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം.
നമ്മൾ ഏത്തക്ക തോരനൊക്കെ അരിയുന്ന പോലെ അരിഞ്ഞെടുക്കാം. നമ്മളുടെ ചക്കപ്പൂഞ്ചീസ് റെഡി. വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ബാക്കിത്തെ കൊച്ചുള്ളിയും സവാളയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 10-25 കൊച്ചുള്ളിയും ഒരു വലിയ സവാളയും. അത് വളരെ മസ്റ്റാണ്, ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇനി അടുപ്പ് കത്തിക്കാം, തീപ്പെട്ടി. അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ താളിക്കും. കടുക്, വറ്റൽമുളക്, കറിവേപ്പില, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇട്ടുന്ന വഴറ്റി തുടങ്ങും. 1 by 1 ആയിട്ട് കാണാം. നമ്മളൊരു ഇറച്ചിയുടെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഇറച്ചി തോരനോ അതൊക്കെ ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ നമ്മൾ കൊഞ്ച് തോരനൊക്കെ വയ്ക്കുന്ന പോലെ. നോക്കിയത് കുറച്ച് തേങ്ങ ഇങ്ങനെ പീസസ് ആയിട്ട് അരിഞ്ഞതാണ്. പാത്രം ചൂടായി. ഇനി വെളിച്ചെണ്ണ, ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടാകട്ടെ. കടുക്, വറ്റൽമുളക്, കറിവേപ്പില. കൊച്ചുള്ളി ഓരോന്ന് 2 ആയിട്ട് മുറിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ കൂടെ സവാള. ഏതാണ്ട് വാടിക്കഴിഞ്ഞു. കുറച്ചൊന്ന് ചെറുതായി കളർ മാറാൻ തുടങ്ങുന്നു. ഈ ഒരു സ്റ്റേജിൽ തേങ്ങ പൊടി ചേർക്കാം. തേങ്ങാക്കൊത്ത്, അങ്ങനെ ചക്കപ്പൂഞ്ചിൻ്റെ പീസസ് എല്ലാം ചേർത്ത് കഴിഞ്ഞു. ഇപ്പോൾ ഇത് ഏകദേശം ഒരു അളവ് പറയുകയാണെങ്കിൽ ഒരു 2.5-3 കപ്പോളം ഉണ്ട്. അരിഞ്ഞു കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. കുരുമുളക് പൊടി ഇത് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ. 1/2 എന്നുള്ളത് 3/4 ടീസ്പൂൺ വരെ അത് എരിവിനനുസരിച്ചിട്ട് ചെയ്തോളൂ. കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം. ഇനി എന്നിട്ട് പാത്രം അടച്ചിട്ടിട്ട് വേവിക്കാം. ചെറിയ രീതിയിലേക്ക് മാറ്റാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിക്കുന്നു. എന്നാലേ ഇത് കംപ്ലീറ്റ് ആയിട്ട് വേവുള്ളൂ. ഒരു ഹാഫ് കുക്ക്ഡായി കഴിഞ്ഞു. വീണ്ടും വെള്ളം, ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. വീണ്ടും അടച്ചിടാം. ഇനി ഒരു കപ്പ് തേങ്ങ ചെറുകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്, നിറച്ചെടുത്തു. 2 പച്ചമുളക്, ഒരു 3 വലിയ വെളുത്തുള്ളി, ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിൽ ഒരു 1/4 ടീസ്പൂൺ ഓൾറെഡി അതിൻ്റെ കൂടെ ചേർത്തു. ഇതൊരു 1/4 ടീസ്പൂൺ എക്സ്ട്രാ. ഇനി കുറച്ച് നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇത് ചതച്ച് തോരൻ്റെ പാകത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് നോക്കുന്നു. വെള്ളമൊക്കെ ഉണ്ട്, കുറച്ചുകൂടി വേകാനുണ്ട്. വീണ്ടും ചെറിയ രീതിയിൽ അടച്ചിടാം. ഏകദേശം വെന്തിട്ടുണ്ട്. കുറച്ച് ചാറ് ബാക്കിയുണ്ട്. ടോട്ടൽ ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. ഇനി അരപ്പ് ഇതിൻ്റെ നടുക്കായിട്ട് വെച്ച് കൊടുക്കാം. തട്ടിപ്പൊത്തി വയ്ക്കാം. അരപ്പിലും കൂടി ആവിയെല്ലാം കയറട്ടെ. ബൈ ദ ടൈം അതിനകത്തുള്ള വെള്ളവും കൂടി വറ്റും. ഒരല്പം ഉപ്പും കൂടി വേണ്ടി വരും. ഒരു 5 മിനിറ്റ്. ഇവിടെ സംഭവമൊക്കെ റെഡിയായി കഴിഞ്ഞു. വെള്ളമൊക്കെ വറ്റി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ചെറിയൊരു ഈർപ്പം ഉണ്ടാകണം. എന്നിട്ടിങ്ങനെ തൂർത്തിയെടുക്കാം. എരിവൊക്കെ നോക്കണം. അത്യാവശ്യം എരിവ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. ഇത് അത്യാവശ്യം സ്പൈസി ആയിരിക്കും. ഇപ്പോൾ ഇത്രയും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവൊന്ന് കുറയ്ക്കുക. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ 1 മതി. പിന്നെ കുരുമുളകിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടി ആക്കിയാൽ മതി. അങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാം. ഉപ്പൊക്കെ നോക്കിക്കോട്ടെ. പിന്നെ ഇതിൻ്റെ വേഗം എന്ന് പറഞ്ഞാൽ നമുക്ക് കഴിച്ച് നോക്കണം. എടുത്തിട്ട് അപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരിക്കുവാണെങ്കിൽ അതിനർത്ഥം വെന്തു എന്നാണ്. വെരി സോഫ്റ്റ്. ഇച്ചിരിയോട് ഉപ്പ് വേണം. സംഗതി റെഡി. ഓക്കെ, ഇനി ഇത് അടുപ്പിൽ നിന്നും മാറ്റാം. ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്തെല്ലാം ഉണ്ട്. പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. മസാലയുടെ ടേസ്റ്റൊക്കെ വന്നിട്ടുണ്ട്. പെരുംജീരകമൊക്കെ ചേർത്തില്ലേ, ഇറ്റ്സ് ഗുഡ്. അടിപൊളി.
തോരൻ ഏതാണ്ട് റെഡിയായി കഴിഞ്ഞു. ഇനി ഒരു രസം ഉണ്ടാക്കുന്നുണ്ട്, അതായത് മോര് രസം. പിന്നെ നമ്മുടെ വങ്കട മീനിനെ കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു എന്താ പറയുക, വറ്റിച്ച രീതിയിലൊരു കറി. പിന്നെ വങ്കട വറ്റിച്ചതും അതുപോലെ കുറച്ച് പീസസ് ഫ്രൈയും ചെയ്യാം. പിന്നെ തല പ്രത്യേകം വെച്ചിട്ടുണ്ട്. തലക്കറിക്ക് വേണ്ടിയിട്ട് അത് ഞാനിപ്പോൾ കാണിക്കുന്നില്ല, നേരത്തെ കാണിച്ചിട്ടുണ്ട് തലക്കറി. അപ്പോൾ നമ്മളൊരു മുളക് എന്താ പറയുക, ഒരു സാധാരണ ഒരു തലക്കറി ഉണ്ടാക്കും. നല്ല വലിപ്പമുള്ള വങ്കടയായിരുന്നു. ക്ലീൻ യാഗമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് തലക്കറിക്ക് ഉപയോഗിക്കാം. 3 എണ്ണം, 3 വങ്കട ആയിരുന്നു കിട്ടിയത്. പിന്നെ ഫ്രൈ ചെയ്യാനായിട്ട് അതിൻ്റെ സ്കിന്നൊക്കെ മാറ്റണം. ഇങ്ങനത്തെ പീസസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ഫോർ ദ ഫ്രൈ. ഇനി കുറച്ച് പീസസ് ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നും 2-3 ആയിട്ടൊക്കെ ഇങ്ങനെ മുറിച്ചിട്ട് അതിൻ്റെ എല്ലും കൂടി ചേർത്ത് തന്നെ എടുത്തിരിക്കുന്നത്. എല്ല് ഭയങ്കര ടേസ്റ്റാണ്, കളയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മൾ വറ്റിച്ച് വയ്ക്കാൻ പോണത്. അങ്ങനെ 3 എണ്ണത്തിനെ 3 രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിങ്ങനെ കുറച്ച് എല്ലും പീസും കൂടി വരുന്ന രീതിയിൽ മുള്ളും കൂടി ചേർന്നൊരു പീസും, പിന്നെ അതിൻ്റെ ഒരു ഫ്ലഷി പോർഷൻ സെപ്പറേറ്റ്. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കൂടുതൽ സ്വാദ്. ഇനി നമ്മുടെ മീൻ പുരട്ടി വയ്ക്കണം. പിന്നെ കുറച്ച് അരപ്പ് അത് വറ്റിച്ചുണ്ടാക്കാനും സെറ്റ് ചെയ്യണം. അതിന് ഇച്ചിരി വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കൂടി ഞാൻ ചതച്ചെടുക്കാൻ പോണു. ഒരു 3 അല്ലി വെളുത്തുള്ളിയും ഒരു 4-5 6 അപ്പോൾ ഏതാണ്ട് റെഡി. ഒരു 6-7 കൊച്ചുള്ളി ഉണ്ടായിരുന്നു, ഒരു 6 എണ്ണം എന്ന് പറയാം. ഒരു 3 അല്ലി വെളുത്തുള്ളി. ഇനി ഇത് മീൻ വറുക്കുന്നതിൻ്റെ അകത്തേക്ക് ഇടാം. ഇതിലേക്ക് ബാക്കി അരപ്പിൻ്റെ കാര്യങ്ങളും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി, കുറച്ച് കുരുമുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ, 2 ടീസ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട് മുളക് പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉപ്പ്, ഇനി ഒരു മിക്സി, കുറച്ച് കറിവേപ്പില ഇപ്പോഴേ കുറച്ച് ചേർക്കാം. ഒരു ടീസ്പൂണും കൂടി മുളക് പൊടി ചേർക്കുന്നു. അപ്പോൾ ടോട്ടൽ 3 ടീസ്പൂൺ നിറച്ചപ്പോൾ ഒരു ടേബിൾ സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഈ മീനിലൊരു ഈർപ്പം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആദ്യം ഞാൻ വെള്ളം ചേർക്കാത്തത്. ഇപ്പോൾ കുറച്ചുകൂടി ചേർത്തു. അപ്പോൾ ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് റെഡിയായിരിക്കട്ടെ, ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് കറി ഉണ്ടാക്കാം. ഒരു 6 വലിയ പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, 2 വാലിൻ്റെ പീസും എല്ലാം കൂടി ഒരു സൈഡിൽ ഇരിക്കട്ടെ. കറിക്ക് വേണ്ടിയിട്ടുള്ള അരപ്പും കൂടി തയ്യാറാക്കാം. തോരൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാണ്. ഇത് അരപ്പിനുള്ള തേങ്ങ, 1.5 കപ്പോളം തേങ്ങ ചിരകിയത്. തോരനെക്കാട്ടിലും ഒരല്പം കൂടി, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് നമ്മളിത് ചതച്ച് ഇച്ചിരി ഒന്ന് ആവണം, അത്രേ ഉള്ളൂ. ചെറിയ ഉള്ളി 6 എണ്ണം. ഓക്കെ, ചെറുതും വലുതുമായിട്ടൊരു 5-6 എണ്ണം ഉണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിരിയൻ മുളകിൻ്റെ പൊടി ഒരു 1.5 ടേബിൾ സ്പൂൺ. ഇതിൽ മല്ലിപ്പൊടിയുടെ അളവ് കുറച്ച് കയറി തന്നെ നിൽക്കുന്നതാണ് ടേസ്റ്റ്. ഒരേ അളവ് തന്നെ ചേർക്കുന്നു. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടൊന്ന് ചതച്ചിട്ട് വരാം. ഇനി ഇതിലേക്ക് കുറച്ച് പുളിയും കൂടി ചേർക്കണം, അതായത് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി. ഒരല്പം വെള്ളം കൂടി തളിച്ചിട്ട് ചതച്ചെടുത്താൽ മതി. പുളിയും കൂടി ഉള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് കുഴഞ്ഞു വരും. ഇങ്ങനെ മതി, ഇത്ര ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോൾ കറിവേപ്പില ലാസ്റ്റാണ് ഞാൻ ഇട്ടത്. ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതി. ഒരു 2 കറക്ക് അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മീനിൻ്റെ അരപ്പ് റെഡി. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ അരച്ചല്ല എടുക്കുന്നത്, ഒരു ചതഞ്ഞ രീതിയിൽ കുഴഞ്ഞിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം, പാകത്തിനുള്ള ഉപ്പ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ചേർക്കാം. ഇതധികം പുളിയില്ലാത്ത പച്ചമുളകായതുകൊണ്ട് 2 എണ്ണം ചേർക്കുന്നു. ഇനി ഒരല്പം വെള്ളം കൂടി, മാക്സിമം ഒരു 1/2 കപ്പ് വെള്ളമൊക്കെ മതിയാകും. ഉപ്പൊക്കെ കറക്റ്റ് കുറച്ച് കഴിഞ്ഞ് നോക്കിയാലും മതി. ഇതിപ്പോൾ പച്ച മീൻ കിടക്കുന്നുണ്ട്, ഇപ്പോൾ ഉപ്പ് നോക്കാൻ പാടായിരിക്കും. ഒരല്പം വെള്ളം കൂടി.
ഏകദേശം 1/2 കപ്പ് എന്ന് പറയാം. ഇനി അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഒരു തള വരട്ടെ, ചെറുതായിട്ട് ഇങ്ങനെ തള വന്നു കഴിയുമ്പോൾ തീ കുറച്ചിട്ട് പാത്രം ഒന്ന് 1/4 ഭാഗം ഇങ്ങനെ അടച്ചിട്ട്, ഫുൾ അടയ്ക്കരുത്, 3/4 അടച്ചിട്ട് ചെറിയ ഇതിലിടാം. അപ്പോൾ ഇങ്ങനെ വെന്ത് വറ്റി സെറ്റായി വരും. പിന്നെ നമുക്ക് ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം കൊണ്ട് ഒരു രസവും കൂടി തരാം. ഇതൊരു സാധാരണ രസമല്ല, ഇതൊരു മോര് രസമാണ്. അപ്പോൾ മീൻ ഒരു സൈഡിലാകട്ടെ, മോര് രസവും റെഡിയാകും. ലാസ്റ്റ് നമുക്ക് മീൻ വറുക്കാം. അപ്പോൾ അത്ര നേരം കൂടെ ആ മസാല പിടിച്ചിരിക്കുമല്ലോ. അപ്പോൾ രസത്തിന് വേണ്ട കാര്യങ്ങൾ എടുക്കട്ടെ. ഇതേ നോക്കിക്കോളൂ. ഇത് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക്, മുഴുവൻ കുരുമുളകുണ്ട്. ഇതൊരു 6 വലിയ അല്ലി വെളുത്തുള്ളി, വറ്റൽമുളക് നോക്കിയാൽ 1 2 3 4 5 വറ്റൽമുളക്, കൊച്ചുള്ളി ഒരു 6 കൊച്ചുള്ളി, എല്ലാം കൂടി ഒന്ന് ചതച്ചിട്ട് വരാം. അപ്പോൾ രസത്തിൻ്റെ കൂട്ടത് ചതച്ചെടുത്തിട്ടുണ്ട്. എല്ലാം തരിതരിപ്പായിട്ട് കുരുമുളകൊക്കെ ചതഞ്ഞു. ബാക്കിയെല്ലാം ഈ രീതിയിലായിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ കടുകെല്ലാം പൊട്ടി തുടങ്ങി. ഇതിലേക്ക് വറ്റൽമുളക് ഒരു 3 4 ഇടാം. കറിവേപ്പില, ഇതിലേക്ക് ഒരു 4 കൊച്ചുള്ളിയും കൂടി വട്ടത്തിലരിഞ്ഞത് അതും ചേർത്ത് മൂത്ത് തുടങ്ങി. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മസാല. അപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് കഴിഞ്ഞു. ആ ഒരു പച്ചച്ചുവയൊക്കെ മാറി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് വെള്ളം, ഇത് 1 കപ്പ് വെള്ളമുണ്ട്. ഇച്ചിരി ഉപ്പും കൂടി ചേർക്കാം. ഇത് നന്നായിട്ട് തിളക്കട്ടെ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. അതുപോലെ ഉലുവാപ്പൊടി 1/4 ടീസ്പൂണിനകത്ത്. ഓക്കെ, എല്ലാം കൂടി കിടന്ന് നന്നായിട്ട് തിളക്കട്ടെ. ഇതാണ് നമ്മുടെ രസക്കൂട്ട്. ഇത് മോര് രസമാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്. ഒരു 5 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് തിളക്കട്ടെ. അതിൻ്റെ സത്തൊക്കെ ഇറങ്ങണം എല്ലാ കാര്യത്തിൻ്റെയും. ഇനി ബൈ ദ ടൈം നോക്കിക്കോളൂ. ഇവിടെ ഞാൻ കുറച്ച് മോര് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അധികം ഒരുപാട് പുളിയുള്ള മോര് വേണ്ട, അത്യാവശ്യം ചെറിയൊരു പുളിയുള്ള മോര്. ഇത് 1 കപ്പ് തൈരിൽ ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ മോരാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു 5 മിനിറ്റിൽ കൂടുതലായി. ഞാൻ തീ ഒന്ന് കുറച്ചിട്ടിരുന്നു. നമ്മുടെ രസക്കൂട്ട് റെഡിയാണ്. ഇനി തീ ഓഫ് ചെയ്തിടാം. തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് തണുത്തിട്ടാണ് ഇതിലേക്ക് മോരൊഴിക്കുന്നത്. അപ്പോൾ ചൂടോടെ ഒഴിക്കരുത്, ഇത് തണുത്ത് കഴിഞ്ഞിട്ട് മോരൊഴിക്കും. തീ ഓഫ് ചെയ്യട്ടെ. ചട്ടിയിലായതുകൊണ്ട് നല്ല ചൂടാണ് പാത്രം. ഈ ചട്ടിക്ക് ആ ഒരു ചൂടിൽ വീണ്ടും അത് തിളച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ തിള എല്ലാം കഴിഞ്ഞിട്ട് ഒന്ന് തണുക്കണം. അപ്പോൾ നമ്മുടെ കറികളെല്ലാം ഉണ്ടാക്കി തരുമ്പോൾ ഇത് കറക്റ്റായിരിക്കും. ഇതൊരു പകുതി തണുത്തിട്ടുണ്ടാവും. ഈ ഒരു സമയത്ത് തന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. ചെറുതായിട്ടൊന്ന് വാടുമല്ലോ, ചെറിയൊരു ചൂടുണ്ട്. ഇച്ചിരി കൂടെ ഒന്നായിക്കോട്ടെ. എന്നിട്ട് മോരൊഴിക്കാം. മോര് രസത്തിൻ്റെ രസക്കൂട്ട് തണുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നല്ലൊരു മോരൊഴിക്കും. ഏകദേശം ഇതൊരു 2.5 കപ്പ് മോരുണ്ടായിരുന്നു. 1 കപ്പ് വെള്ളത്തിലാണ് ഞാൻ ആ രസത്തിൻ്റെ കൂട്ടുണ്ടാക്കിയത്. പക്ഷെ അത് വെന്ത് വറ്റി കഴിഞ്ഞപ്പോൾ 1/2 കപ്പായി. ഇതൊരു 2.5 കപ്പ് മോര്. അപ്പോൾ എല്ലാം കൂടി ചേർത്തൊരു 3 കപ്പ്. ഇനി ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. സംഭവം റെഡി. ഒരല്പം ഉപ്പും കൂടി വേണം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര, ഇത്രയും മതി. ഒരുപാട് പുളിയുള്ള മോര് വേണ്ട, ആവശ്യത്തിന് പുളി. ഇത് കറക്റ്റായി കഴിഞ്ഞു. സംഭവം റെഡി, സെറ്റ്. മീൻ വെന്തിട്ടുണ്ട്. ഇതിന് വറ്റി വരണം, അത്രേ ഉള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചോളൂ. പക്ഷെ നോക്കിയേ, ഒരു 1/2 കപ്പ് വെള്ളം മതി, ഒരു 1/4 മാക്സിമം. ഇനി ഇതിട്ട് ഇളക്കരുത്. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന്, ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇച്ചിരി കൂടെ ഒന്ന് വറ്റിയിട്ട് ചെറിയ തീയിലേക്ക് മാറ്റാം. അപ്പോൾ നോക്കിയേ, ഏതാണ്ട് വറ്റി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഓരോരോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം. ഇനി ഈ ചട്ടിയിലങ്ങ് വച്ചിരുന്നാൽ മതി. ചട്ടിയിലെ ചൂടുകൊണ്ട് അത് കുറച്ചുകൂടി ഇരുന്നിരുന്ന് വറ്റും. അതാണ് അതിൻ്റെ ഒരു ഭാഗം. നമുക്ക് മീനും കൂടി വറുക്കാം. കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തെടുക്കാം. ഷാലോ ഫ്രൈ. എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട്.
ആദ്യം കുറച്ച് കറിവേപ്പില, നമ്മൾ നേരത്തെ പുരട്ടി വെച്ചില്ലേ ഫിഷ് പീസസ്, അതിൻ്റെ അരപ്പോടുകൂടി അങ്ങനെ നമ്മുടെ വങ്കട വറ്റിച്ചതും വങ്കട ഫ്രൈ ഈസ് ഓൾമോസ്റ്റ് റെഡി. വങ്കട വറ്റിച്ചത് ഏതാണ്ട് റെഡിയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി കഴിച്ച് കഴിയുമ്പോൾ വങ്കട കൂട്ടിയാൽ സങ്കടം തീരുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ എൻ്റെ സങ്കടങ്ങളൊക്കെ തീരും ഈ മീൻ കഴിച്ചാൽ. അത്ര സ്വാദാണെന്നാണ് പറയുന്നത്. ഗംഭീരമാണ്. എൻ്റെ അച്ഛൻ്റെ ഫേവറേറ്റ് ആയിരുന്നു ഈ വങ്കട ഇങ്ങനെ വെക്കുന്നത്. വങ്കട മീൻ ഇഷ്ടമായിരുന്നു. അപ്പോൾ അച്ഛൻ ഇങ്ങനെ വറ്റിച്ച് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. തേങ്ങ ഇങ്ങനെ തരിതരിപ്പായിട്ട് അരച്ചിട്ട്. അപ്പോൾ ആ ഒരു ഓർമ്മയും കൂടി വരുന്നത് ഇതുണ്ടാക്കും. നല്ല നെയ്യുള്ള മീനാണ് കേട്ടോ ഇത്. കണ്ടോ, ഇതിൽ നിന്ന് ഫാറ്റ് ഇറങ്ങുന്ന അതിൻ്റെ നെയ്യാണ്. തിരിച്ച് ഓവറായിട്ട് മൊരിക്കേണ്ട ആവശ്യമില്ല. ഒരു സൈഡ് അത്യാവശ്യം മൊരിഞ്ഞിട്ടുണ്ട്, മറു സൈഡ് ഇത്രയും മൊരിയേണ്ട ആവശ്യമില്ല. അതിനുള്ളിൽ നമുക്ക് എടുക്കാം. അതാണ് കുറച്ചുകൂടി സ്വാദുണ്ടാവും. നമ്മുടെ ഫിഷ് ഫ്രൈ ഈസ് റെഡി. മതി, ഇത്ര മതി. കാണുന്നുണ്ടല്ലോ അതിൻ്റെ കളറല്ല. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അതെന്താ ടേസ്റ്റാണ്. അരപ്പൊക്കെ നല്ലതായിട്ട് ഇതിലേക്ക് പിടിച്ച് ചതച്ചിട്ട് വെളുത്തുള്ളി ഉള്ളി എല്ലാം നന്നായിട്ട് ഇതിൻ്റെ കൂടെ കിടന്ന് മൊരിഞ്ഞ് അതിൻ്റെ ടേസ്റ്റും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നല്ല വെളിച്ചെണ്ണയിലല്ലേ നമ്മൾ വറുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ അങ്ങനെ ഫിഷ് ഫ്രൈ വാസ് ദ ലാസ്റ്റ്. അത് കഴിഞ്ഞ് ഇനി എല്ലാ കാര്യങ്ങളും ടേബിളിൽ കൊണ്ട് വെച്ചിട്ട് കഴിക്കാം. അങ്ങനെ നമ്മുടെ മീൽസ് ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട്. മോര്, രസം, പിന്നെന്താ നമ്മുടെ വങ്കട മീൻ വറ്റിച്ചത്, പിന്നെ ചക്കപ്പൂഞ്ച് തോരൻ, നല്ല മസാലയൊക്കെ ഇട്ട തോരൻ, ചോറ്, ചമ്പാവരി ചോറ്, വങ്കട ഫ്രൈ, വങ്കട മീൻ്റെ ഫ്രൈ. ഇനി എൻ്റെ പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ വിളമ്പാൻ പോകുന്നു. നല്ല ചമ്പാവരി ചോറാണെന്ന്, വൈറ്റ് റൈസ് അല്ല. ഇവിടെ കൂടുതലും ചുമന്ന ചോറ് തന്നെയാണ്, ബോയിൽഡ് റൈസാണ്. ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് കൂടുതൽ ഇഷ്ടം. ഇതിൽ തേങ്ങാക്കൊത്തെല്ലാം ചേർന്നാണ്, അത് കാരണം ഇടയ്ക്കിടയ്ക്ക് തേങ്ങാക്കൊത്ത് കിട്ടുകയും ചെയ്യും. ചക്കപ്പൂഞ്ച് തോരൻ. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലേക്ക് വന്ന് പറയണം കേട്ടോ. വറ്റിച്ച വങ്കട ഇങ്ങനെ തേങ്ങയിലൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് കിട്ടും. അരപ്പ് ശരിക്കും ഇത് വളരെ കൂടുതലായിട്ട് തന്നെ വേണം, എന്നാലേ അതിനൊരു സ്വാദുണ്ടാവും. ഇനി ഇതിലേക്ക് വങ്കട ഫ്രൈ, കുറച്ച് അരപ്പും കൂടി ചേർത്തിട്ട്, ഇത് അരപ്പിങ്ങനെ പൊതിഞ്ഞ് തന്നെ ഇരിക്കുന്നത്. മോര്, രസം. ഇനി എന്ത് വേണം? ഒന്നും വേണ്ട, ധാരാളം. ഇനി നമ്മളുടെ ഭക്ഷണം കഴിച്ചു തുടങ്ങാം. ആദ്യം കുറച്ച് ഓരോന്നിൻ്റെയും ടേസ്റ്റ് അറിയണ്ടേ, അപ്പോൾ കുറച്ച് ചക്കപ്പൂഞ്ച് തോരൻ വിത്ത് റൈസ്. ഇറച്ചിത്തോരൻ കഴിക്കുന്ന പോലെ ഉണ്ട് ആ ടേസ്റ്റ്. ആഹാ, എക്സലൻറ്റ്. പീസും അതിൻ്റെ അരപ്പ് നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത് കേട്ടോ. അടിപൊളി. ആ കറക്റ്റ് എരിവ്, പുളി, ഉപ്പ് എല്ലാം ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ അച്ഛന് കഴിക്കാൻ ഇഷ്ടം. എനിക്ക് ഏതാണ്ട് അതേ ടേസ്റ്റാണ് കേട്ടോ. വങ്കട കൂട്ടിയാൽ സങ്കടം തീരുന്ന കാര്യമാണല്ലോ. അതെ, ഫ്രൈയും കൂടി കഴിക്കാം. നല്ല സോഫ്റ്റാണ്, അറ്റ് ദ സെയിം ടൈം നല്ല മുരിഞ്ഞിട്ടുമുണ്ട്. മോയിസ്റ്റാണ് അരപ്പ്, എക്സലൻ്റായിട്ട്.
നല്ല അരപ്പം. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിഷുകളുടെ കൂട്ടത്തിൽ വങ്കട വരും. പക്ഷേ വങ്കട സീസണിലാണ്, ചില സമയത്താണ് കൂടുതൽ കിട്ടുന്നത്. അയല ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് ദ ഇയർ കിട്ടും. അയല ഇഷ്ടമാണ്, വങ്കട ഇഷ്ടമാണ്, നെത്തോലി അതായത് കൊഴുവ ഇഷ്ടമാണ്. വങ്കട കിട്ടുന്ന സമയത്ത് ഇതുപോലെ വാങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഇനി നമ്മുടെ രസം മാത്രം. മോര് രസത്തിൻ്റെ ടേസ്റ്റും കൂടി പറഞ്ഞുതരാം. ഇത് മാത്രം മതി ചോറുണ്ട്. ഒരു അച്ചാറും കൂടി സൈഡിലുണ്ടെങ്കിൽ മോര് തന്നെ പപ്പടും ധാരാളം മതി. പിന്നെ ഇത് ഓരോന്നോരോന്നാണല്ലോ. അതും ഇപ്പോൾ മോര് രസവും ഈ ചക്കപ്പൂഞ്ച് തോരനും മാത്രമാണെങ്കിലും കഴിക്കാം. പിന്നെ നോൺ വെജ് കഴിക്കുന്നവർക്ക് ഫിഷ് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ, ആ ഒരു സന്തോഷം ഉണ്ടാവും. അതിൻ്റെ എരിവൊക്കെ പാകമാണ്. ഉണ്ടാക്കി നോക്കുക. ഈ വിഭവങ്ങളെല്ലാം നിങ്ങൾ പല ദിവസങ്ങളിലായിട്ട് ഉണ്ടാക്കി നോക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോംബോ മീലായിട്ട് ചെയ്യാം. ഞാൻ എന്തായാലും ഇത് കഴിച്ച് തീർക്കട്ടെ. അപ്പോൾ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ ഉണ്ടാക്കി നോക്കുക, പറ്റുന്ന പോലെയൊക്കെ കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ഒരു ചെറിയ ഷോപ്പിങ്ങും ഒരു ലോക്കൽ ചന്ത, അതായത് പോത്തൻകുടി ചന്ത ഒരു വലിയ ലാർജ് ചന്തയാണ്. ലോക്കൽ ചന്തയിൽ നിന്ന് ഇങ്ങനെ കാര്യങ്ങൾ വാങ്ങുക, പച്ചക്കറി, നാടൻ, പറ്റുന്നിടത്തോളം നാടൻ കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക. പിന്നെ അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള മീനൊക്കെ മേടിച്ച് കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ നമ്മുടെ കോഴിക്കോട് വീടൊക്കെ സന്ദർശിച്ചു, ചക്കയൊക്കെ എടുത്തു. ടോട്ടലി ഒരു ഹാപ്പി ഡേ ആണ്. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് രശ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.